السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണേ നബി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാം ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബേ, നൂറുൽ ഹുദാ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്, നൂറുൽ ഹുദാ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ സദസ്സിന് ഉത്തരം നൽകണേ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ സദസ്സ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ മദീനയിലേക്ക് മുഴങ്ങട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് റബ്ബേ, മാനസികമായി ശാരീരികമായി പൈശാചികമായി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളെ മദദ് നമുക്ക് വേണം. അതിനെന്ത് വേണം? നല്ല നിയ്യത്തോടുകൂടെ നല്ല തഖ്വയോടെ നിങ്ങൾ കഴിയുന്നത് വരെ പങ്കെടുക്കണം അല്ലാഹ്. ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് ഞങ്ങളെ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലേണ്ടത് അമ്പിയാക്കന്മാരുടെ പേരില്, ഔലിയാക്കന്മാരുടെ പേരില്, സ്വാലിഹീങ്ങളുടെ പേരില് 3 ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്.
إلى حضرة روح نبينا وهادينا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ സാധുക്കളാണ് ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി നിന്റെ മഹാന്മാരേക്ക് വലിയൊരു വെളിച്ചമായി നീ കാണിക്കണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ മദദ് നൽകണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ നസർ കൊണ്ട് നദർ കൊണ്ട് ഞങ്ങളെ നൂറുൽ ഹുദാ കുടുംബങ്ങളെ ഒന്നടങ്കം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ നല്ല അദബോടെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം. വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ആ പടച്ച റബ്ബ് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ ഞങ്ങൾ എവിടെയാണോ തളരുന്നത് അവിടെ താങ്ങായി നിന്റെ മഹാന്മാരെ കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ എവിടെയാണോ വീഴുന്നത് അവിടെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ നിന്റെ മഹാന്മാരെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ നല്ല അദബോടെ നല്ല അച്ചടക്കത്തോടെ നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുക്കണം. അല്ലാഹു നമുക്ക് ഈമാനിന് വർദ്ധനവ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനിന് വർദ്ധനവ് നൽകട്ടെ. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഇനി മഹാന്മാരെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹാന്മാരെ വിളിക്കുകയാണ്. വിളിച്ചോളാൻ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. വിളിച്ചോളാൻ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അല്ലാഹുവേ നിന്റെ മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്നു. ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ ആവശ്യങ്ങൾ നിന്നോട് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്
എല്ലാ ഗുണങ്ങൾ നേടുവാൻ കൂറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബന പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി ഇതൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണൗവബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുത്തുനബിയുടെ പൂമുഖം മാനാമിലൊന്ന് കാണുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവേ പടച്ച റബ്ബേ സാധുക്കളാണ് റബ്ബേ പാപികളാണല്ലാ ഞങ്ങളെ സദസ്സിന് നീ ഇജാബത്ത് നൽകണേ അല്ലാ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ നല്ല അദബോടെ നല്ല അച്ചടക്കത്തോടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കേ പടച്ച റബ്ബ് നമ്മളെ കാണണം അല്ലാഹ് നമ്മളെ നോക്കണം ആ ഒരു നിയ്യത്ത് ഓരോരുത്തരും മനസ്സിലേക്ക് കൊണ്ടുവാ എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലേ ഹബീബായ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ വന്ന മഹാനായ ഗൗസുൽ ആദം ഞങ്ങളെ മുഹിയുദ്ദീൻ മാല ബദരീങ്ങളെ ഞങ്ങൾ തവസ്സുലാക്കി അവരെ കാവൽ നൽകണേ അല്ലാഹ് ബദരീങ്ങളെ കാവൽ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് ബദരീങ്ങളെ മദദ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് ഈമാനുള്ള
ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോ. നല്ല തഖ്വയോടെ, നല്ല അദബോടെ, നല്ല അച്ചടക്കത്തോടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചൊല്ല്. അല്ലാ തീരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ വർഗീളെ ആണോവർ എല്ലാ കീളയിലോ ഭംഗീളെ ആയോവർ എല്ലാ തീശയിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും മാണോവർ ബാവാമുദുവിന് കുത്തുവായി വന്നോവർ ബാനം മാതേളിയിലോ കേളി നിറച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായോ ബാബയും മാണോവർ ബിൽ ഖുത്ബി റബ്ബാനി والغوث صمداني نجينا من كل آفات يا الله. മുഅ്മിനീങ്ങളെ നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾക്ക് എല്ലാവരും കേട്ട് ശീലമുള്ള വരികളാണ് ചൊല്ലുന്നത്. എല്ലാവർക്കും ശീലമുള്ള കേട്ട് പരിചയമുള്ള മുഹ്യിദ്ദീൻ മാലയിലെ വളരെ പ്രധാനപ്പെട്ട വരികളാണ് ചൊല്ലുന്നത്. അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. കുപ്പിക്കകത്തുള്ളേ വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽപകമെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ വല്ല നീലത്തീന്നോ എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ കളവ് പാറയല്ലേ എന്നും മാചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ കബറക തുസ്താവേ കുറവാക്കി കണ്ടാരേ കബറകം നിന്നിട്ട് നീക്കിച്ച് വെച്ചോവർ ചത്ത ചാക തീനെ ജീവൻ നീടിച്ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഇനി നിങ്ങൾ എല്ലാവരും കൂടെ മാനായ പള്ളിപ്പടി ഉപ്പാപ്പാന്റെ തപസ്സമയത്തിന്റെ കൂടെ ചൊല്ലണം. അല്ലാഹു അവരെ കാവൽ നൽകട്ടെ. ആരാണ് പള്ളിപ്പടി ഉപ്പാപ്പ? മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി അല്ലാഹ് എന്ന ചിന്തയിലൂടെ ജീവിച്ച മഹാനാണ്. ഉള്ളാളത്ത് തങ്ങൾ ഉപ്പാപ്പാനെ ഉള്ളാളത്തേക്ക് പറഞ്ഞയച്ചത് പള്ളിപ്പടി മസ്താനാണെന്ന് ഉള്ളാള് തന്നെ പറയുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ അവരെ കാവല് കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. പള്ളിപ്പടി പാപ്പാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതാത്ത ആരുമില്ലല്ലോ, എല്ലാവരും ഓതിയല്ലോ. ഒന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഉത്തരം കിട്ടാണ് വേണ്ടത്. അതിനാ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ.
അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് കണ്ണിനു കണ്ണാം വലിയോരേ കാതിൽ സുഖമൊഴുകും പേരേ ഖൽബിൽ കുളിർമ പൊൻപൂവേ പള്ളി പടിവലി റളിയല്ലാഹ് പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളലുകൾ ുടയ മഹാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ ഇഹപര വിജയം ഇഹപരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് ദുനിയാവെന്ന മരീചിക തൻ മായിക വിട്ട് നടന്നോരേ സൂഖിൻ ചെളിവെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ ഉള്ളാൽ തങ്ങള പോലൊരു വലിയ എൻ വലിയ പള്ളി പടിവലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിന് തണല് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് അഹ്മദ് കുട്ടി മുസ്ലിയാർ ഇസ്മിൽ ചേർന്ന മഹാനോരേ പള്ളി പടിവലി മശഹൂറാൽ പുകഴായവരേ പാപക്കറവേറും കൽവിൽ പാവന തൗഹീദൂട്ടിടണേ പേടി വരുത്ത ജഹന്നത്തെ തൊട്ടഭയം ധരണം വലിയേ അജബുകളേകി മറഞ്ഞോരേ ഹംദുടയോനിലടുത്തോരേ ഖൈറിനായി സവിധം വരുവോരേ കാത്തിടണേ വലിയൊന്നാവേ ഇരവിതുപാടും കൈകൾ ഉയർത്തിപ്പിടിക്കും ഇരവിതുപാടും ഞങ്ങളിലായി തരമതുപോലെ സുവർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാ വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളി പടിവലി റളിയല്ലാഹ് അല്ലാഹുവേ പള്ളിപ്പടി പാപ്പാന്റെ കാവല് കൊണ്ട് അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ മദദ് നൽകു അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ നസ്ർ നൽകു അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ നസ്ർ നൽകണേ അല്ലാഹ് ഞങ്ങൾ ഓരോരുത്തരുടെ വിഷമങ്ങൾക്കും ഈ മജ്ലിസ് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാഹ് ഞങ്ങളെ വിളിച്ച മഹാന്മാർ നിന്റെ അടുക്കൽ വലിയ സ്ഥാനത്തിന്റെ ഉടമകളാണല്ലോ അല്ലാഹ് അവരെ കാവല് കൊണ്ട് അവരെ മദദ് കൊണ്ട് അവരെ നസ്ർ കൊണ്ട് അവരെ നസർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് മുത്തുമുഅ്മിനീങ്ങളെ ഇനി നമുക്ക് ചൊല്ലേണ്ടത് സിഎം വലിയുള്ളാന്റെ തവസ്സുൽ വൈത്ത 3 വരിയെ ചൊല്ലുന്നുള്ളൂ ആ ചൊല്ലുന്ന നല്ല മട്ടത്തില് നല്ല റാഹത്തില് നല്ല തഖ്വയോടെ എല്ലാവരും ഒന്ന് ചൊല്ല് അല്ലാഹു സ്വീകരിക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൻ ലനാ ലാ ലനാ റബ്ബ് സിവാഹു ഇന്നഹുൽ ബർറുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കം മരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദഹൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കുല്ല ഇഫ്രീത്യും വശൈത്വാനും വജിന്നിൻ മാരിദി അദ്ഹിമൗ വനജ്നായ കുതുബനാ മദബൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനേ ഞങ്ങൾ ഓരോരുത്തരുടെ വിഷമങ്ങൾക്കും ഈ മജ്ലിസ് കൊണ്ടൊരു പരിഹാരം നൽകണേ റഹ്മാനേ ഈമാനോടുകൂടെ നല്ല തഖ്വയോടെ മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിലെ റസൂലുള്ളാഹിക്ക് ഒരു 33 സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കൂടെ? സ്വലാത്തിലൂടെയാണ് നമുക്ക് വിജയം കിട്ടാനുള്ളത്. സ്വലാത്താണ് നാളെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഏത് അമല് ചെയ്താലും സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. എന്നാലോ യാതൊരു സംശയവുമില്ലാതെ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയും. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അതെന്നെ രക്ഷപ്പെടുത്തും. നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തഖ്വയോടെ, നല്ല അദബോടെ, നല്ല ഇഖ്ലാസോടെ എല്ലാവരും എൻ്റെ കൂടെ സ്വലാത്ത് ചൊല്ലണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അനസ് ബിൻ മാലിക് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വ ബൈനസ് സമാഇ ഹിജാബ്. ഏതൊരു ദുആഇന്റെയും ആകാശത്തിന്റെയും ഇടയിൽ ഒരു ഹിജാബുണ്ട്, ഒരു മറയുണ്ട്. ഹത്താ യുസല്ലാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ. ഫഇദാ സല്ലാ അലൈഹി, ഇനി ഒരാൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ യുഖ്റഖു ദാലികൽ ഹിജാബ്, ആ ഹിജാബ്, ആ മറയങ്ങ് നീങ്ങുന്നതാ. വയദ്ഖുലു ദുആ, നമ്മൾ ദുആ ചെയ്തില്ലേ ആ ദുആ പ്രവേശിക്കുന്നതാ. വഇല്ലം യുസല്ലി, ഇനി ഒരാൾ സ്വലാത്ത് ചൊല്ലാതെ ദുആ ചെയ്താൽ, ഒരാൾ സ്വലാത്ത് ചൊല്ലാതെ ദുആ ചെയ്താൽ റജഅ ദുആഉഹു, അവന്റെ ദുആഇനെ പടച്ച റബ്ബ് മടക്കി വിടുന്നതാണെന്ന് ആരാ പറയുന്നത്? നേതാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലുന്നിടത്ത് മടി കാണിക്കണ്ട, സ്വലാത്ത് ചൊല്ലുന്നിടത്ത് പിശുക്ക് കാണിക്കണ്ട, സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഇറങ്ങിപ്പോകണ്ട. പടച്ച റബ്ബേ സ്വലാത്തിലൂടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ യഥാർത്ഥ ആശിഖീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. بسم الله الرحمن الرحيم. اللهم صل على النور واهله، 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 اللهم صل على النور واهله،
اللهم صل على النور واهله 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 الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله ഹബീബായ തങ്ങളെ കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ നാളെ ഞങ്ങൾ മഹ്ശറയിൽ വരുമ്പോ ഹബീബിന്റെ കാവല് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശുപാർശ ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. നൂറുൽ ഹുദാ മജ്ലിസ് കാണുന്ന കേൾക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളെ ഇനി നമുക്ക് ചൊല്ലേണ്ടത് അസ്മാഉൽ ഹുസ്ന. അതിനു മുമ്പായിട്ട് ഈ റജബിന്റെ പരിശുദ്ധമായ സമയത്ത് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് റജബും ശഅബാനും ബറക്കത്തുള്ളതായി ആ ബറക്കത്ത് ഏറ്റുവാങ്ങി റമദാനിലേക്ക് പ്രവേശിക്കണമല്ലോ. അതിനുവേണ്ടി കൈകളൊന്ന് എല്ലാവരും ഉയർത്തിപ്പിടിച്ചവരുടെ കൂടെ ആമീൻ പറഞ്ഞ് എല്ലാവരും എന്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു ദുആ ചെയ്തേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങളുടെ ദുആ എല്ലാ നിലക്കും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇനി ഞങ്ങൾ നിന്റെ നാമങ്ങൾ ചൊല്ലാൻ പോവുകയാണ്, നിന്റെ നാമങ്ങൾ ചൊല്ലുകയാണ്. സാധുക്കളായ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മുടെ ദുആക്ക് അല്ലാഹു വലിയ ഇജാബത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയാണ്. 5 അസ്മാഉൽ ഹുസ്നയാണ് നമുക്ക് ചൊല്ലാനുള്ളത്. ഒന്നാമത്തെ അസ്മാഉൽ ഹുസ്ന എല്ലാ രോഗങ്ങളും മാറിക്കിട്ടണം. രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന എല്ലാ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടണം. മൂന്നാമത് നമ്മൾ ചൊല്ലുന്നത് മുഅ്മിനീങ്ങളെ കുടുംബ ബന്ധങ്ങളിൽ ബർക്കത്തുണ്ടാവാനാണ്. നാലാമത് ചൊല്ലുന്നത് ചെയ്യുന്ന ജോലികളിൽ ബർക്കത്തുണ്ടാവാനാണ്. അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന ഈമാൻ കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ചിന്തകളിൽ വരുന്നത് എല്ലാം ഹറാമാണല്ലോ. ആ അവസ്ഥയിൽ നിന്നും മാറി നിന്ന് അല്ലാഹുവിന്റെ യഥാർത്ഥ തഖ്വയുള്ള അടിമകളാകാൻ, മുഅ്മിനീങ്ങളെ ഈമാൻ സലാമത്താകാനാണ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം.
ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അദീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫ്വു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا احد صل الحمد لله 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 ثم الحمد لله يا الله يا الله فجدنا من وابا يا الله يا الله فجحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്നയാണ് മുഅ്മിനീങ്ങളെ. എല്ലാവരും എൻ്റെ കൂടെ നല്ല അദബിലായി ഒന്ന് ചൊല്ലിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. എല്ലാ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ, അല്ലാഹ് തന്ന സമ്പത്ത് നിലനിൽക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിയത്താക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ
മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫ്ഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ശഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا احد صلى الحمد لله 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 ثم الحمد لله يا الله يا الله فتجنا من بابا يا الله يا الله فتحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പടച്ചറപ്പേ, ഞങ്ങൾ ഈ ചൊല്ലുന്നതൊക്കെ നിന്റെ നാമങ്ങളാണ്, നിന്നെയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇവിടത്തെ എന്തോ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി, കയ്യടി നേടാൻ വേണ്ടി, പ്രശസ്തി ലഭിക്കാൻ വേണ്ടി പടച്ചറപ്പേ കാണിച്ചു കൂട്ടുന്നവരെയല്ല ഞങ്ങൾ വിളിക്കുന്നത്, നിന്നെയാണ് റബ്ബേ ഞങ്ങൾ വിളിക്കുന്നത്. നിന്റെ നാമങ്ങളാണ് ഞങ്ങൾ ചൊല്ലുന്നത്. ഉത്തരം കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വന്നതാണല്ലോ. ഞങ്ങളെ നീ ഒന്ന് ഏറ്റെടുക്കണേ റഹ്മാനേ, ഞങ്ങളെ നീ ഒന്ന് കബൂലാക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇനി ചൊല്ലേണ്ടത് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും നൂറുൽ ഹുദാ കുടുംബത്തിലെ എല്ലാവരെയും ഞങ്ങളുമായി ബന്ധമുള്ളവരെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാധുക്കളായ ഞങ്ങളെ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്.
ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ബർക്കത്ത് ഉണ്ടാകണം. നിയത്താക്കി എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നീ ഞങ്ങളെ ഒഴിവാക്കിയാൽ ഞങ്ങൾ പിന്നെ എവിടെ ചെല്ലാനാണ്? സാധുക്കളായ ഞങ്ങളെ ഈ ചെറിയ അമലുകൾ സ്വീകരിച്ച് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകു റബ്ബേ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകു അല്ലാഹ്.
പറയുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടെ ആമീൻ പറഞ്ഞോളി. ഒരാൾ ആമീൻ അല്ലാഹ് സ്വീകരിച്ചാൽ മതി, നമ്മളൊക്കെ രക്ഷപ്പെടാൻ. 1300-ലധികം ആളുകളുണ്ട്. ഇതിൽ ഒരാളുടെ ആമീൻ അല്ലാഹ് സ്വീകരിച്ചാൽ അള്ളാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ആളുകൾ ആരാന്ന് നമുക്ക് പറയാൻ കഴിയൂലല്ലോ. ഒരുപാട് സയ്യിദന്മാര് തങ്ങന്മാര് നമ്മുടെ മജ്‌ലിസ് കാണുന്നുണ്ട്. PMS തങ്ങളുടെ ബീവി അടക്കം, PMS തങ്ങളടക്കം അല്ലാഹുവേ ഒരുപാട് സാദാത്തീങ്ങൾ നമ്മളെ മജ്‌ലിസ് കാണുന്നുണ്ട്. ഒരാളുടെ ആമീനിനെ നീ സ്വീകരിച്ചാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ അല്ലാ. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നീ ഒഴിവാക്കിയാ ഞങ്ങൾ വേറെ എവിടെ ചെല്ലാനാണ്? നീ ഞങ്ങളെ ഏറ്റെടുക്ക് റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്ക് അല്ലാ. മുഅ്മിനീകളെ, ഇനി നമുക്ക് ചൊല്ലേണ്ടത് നാലാമത്തെ അസ്മാഉൽ ഹുസ്ന കുടുംബ ബന്ധങ്ങളിൽ ഖൈറുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാ ഇപ്പൊ നമ്മൾ ചൊല്ലിയത്. വേണ്ടേ മുഅ്മിനീങ്ങളെ? വളരെ അത്യാവശ്യമായ സംഗതിയല്ലേ കുടുംബ ബന്ധങ്ങളിൽ ഒത്തൊരുമ ഉണ്ടാവുക. പണമുണ്ടായിട്ട് കാര്യമില്ല, പ്രതാപം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല. കുടുംബത്തില് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എവിടെയാ സമാധാനം? എല്ലാം താറുമാറാക്കി കളയുന്നതല്ലേ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്. ഒരു സംഗതി നല്ല നിലക്ക് പോവുകയാണ്, അതിനെയൊക്കെ താറുമാറാക്കാൻ കുടുംബ പ്രശ്നങ്ങൾക്ക് കഴിയും. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മകൻ നല്ല ജോലിയിലാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് നല്ല ജോലിയിലാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി നോക്ക്. ആ ജോലിയെ അത് ബാധിക്കും, ആ ജോലിയെ ആ പ്രശ്നം ബാധിക്കും. അങ്ങനെ നമ്മളെ മുഴുവനായി നശിപ്പിച്ചു കളയുന്ന സംഗതിയാണ് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ. അതില്ലായ്മയിലേക്ക് എത്തണം. അതിനെ മജ്‌ലിസ് കൊണ്ട് നിങ്ങൾ നിയ്യത്താക്കണം. കുടുംബങ്ങളിൽ ബർക്കത്ത് വേണം. അല്ലാഹ് എപ്പോഴും വഴക്കാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. വായ എടുത്ത് മിണ്ടിയാൽ അവിടെ വക്കാണങ്ങളാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ കുടുംബ വഴക്കുകളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നല്ല തഖ്വയോടുകൂടെ നിയ്യത്താക്കണം. നിങ്ങളെല്ലാവരും അല്ലാഹു കാണുന്നുണ്ടല്ലോ. റബ്ബല്ലേ വലിയവന്, അല്ലാഹ് പരിഹാരം കാണിച്ചു തരാതിരിക്കില്ലല്ലോ. പടച്ച റബ്ബേ, നൂറുൽ ഹുദാ കുടുംബങ്ങളിതാ നിന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നു. ഞങ്ങളെ കുടുംബങ്ങളിലൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ അല്ലാഹുവേ ഒരു കോമാളികളാക്കി ഞങ്ങളെ കുടുംബത്തെ മാറ്റല്ലേ അല്ലാഹ്. മറ്റുള്ളവര് തമാശയായി ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്തുണ്ടായിട്ടെന്താ കാര്യം? ആ വീട്ടില് സ്വസ്ഥതയില്ലല്ലോ. എന്തുണ്ടായിട്ടെന്താ കാര്യം? അവിടെ സമാധാനമില്ലല്ലോ എന്നും പറഞ്ഞ് നാട്ടുകാര് ചിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ആളുകള് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഞങ്ങളെ കുടുംബത്തെ കൊണ്ടെത്തിക്കല്ലേ അല്ലാഹ്. ഉള്ള കഞ്ഞിയാണെങ്കിൽ അത് നല്ല റാഹത്തോടുകൂടെ കുടിക്കുന്നതിലല്ലേ മക്കളെ കാര്യം കിടക്കുന്നത്. ആ കഞ്ഞി നല്ല റാഹത്തിലൂടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുമ്പോഴല്ലേ സമാധാനമുള്ളത്. ഇത് ബിരിയാണി ഉണ്ടായിട്ട് കാര്യമില്ല, മന്തി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടും കാര്യമില്ല. സമാധാനത്തോടുകൂടെ തിന്നാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മോനെ അതിന്റെ രുചി നിനക്കറിയോ? ഇല്ലല്ലോ. നല്ല കഞ്ഞിയാണെങ്കിലും നല്ല രുചിച്ചുകൊണ്ട് കഴിക്കണോ? കുടുംബങ്ങളിൽ സമാധാനം വേണം. നല്ല റാഹത്തോടുകൂടെ നല്ല സമാധാനത്തോടുകൂടെ കഴിക്കണമെങ്കിൽ കുടുംബത്തിൽ സന്തോഷം വേണം. അതില്ലാതെ കണ്ടതിന് വഴക്കാ, തൊട്ടതിന് വഴക്കാ. അങ്ങനെയാണെങ്കിൽ എവിടെയാ സമാധാനമുള്ളത്? എവിടെയാ സന്തോഷമുള്ളത്? മുഅ്മിനീങ്ങളെ, ഞാൻ നന്നാകണമെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണം. ഞാൻ മാറണമെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണം. അല്ലാഹുവേ, നല്ല ബുദ്ധിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ഒരു വഷളായ ഒരു കഥാപാത്രമാക്കല്ലേ അല്ലാഹ്. ജനങ്ങൾക്കിടയിൽ പരിഹാസ പാനപാത്രമാക്കല്ലേ അല്ലാഹ്. എല്ലാവരും പരിഹസിക്കുന്ന, എല്ലാവരും കുറ്റം പറയുന്ന, എല്ലാവരും വില കുറച്ച് കാണുന്ന മോശപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ നാഥാ.
മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് നാലാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. എന്തിനാ ചൊല്ലുന്നത്? നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ബർക്കത്തുണ്ടാകണം. എത്ര പേരാ വിളിച്ചെന്നോട് കരയുന്നത്, കരഞ്ഞുകൊണ്ട് വിഷമം പറയുന്നവരെ. ജോലിയില്ല തങ്ങളെ, 10-27 വയസ്സായിട്ടുണ്ട് എന്റെ മകനെ, ഒരു ജോലിയും ഇന്നേ വരെ റെഡിയാകുന്നില്ല. പടച്ചറബേ, അങ്ങനെ ജോലിയില്ലാത്ത വിഷമം പറഞ്ഞ് എത്രയോ ചെറുപ്പക്കാരുണ്ട്. വലിയ വിദ്യാഭ്യാസം പഠിച്ചിറങ്ങിയിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാ, ഖൈറായ ജോലികളിലേക്ക് ഞങ്ങളെ മക്കളെ പേരമക്കളെ എത്തിക്കണേ അല്ലാ. വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാര്, സഹോദരന്മാര് എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഒരു കുടുംബത്തിലെ 4 പൊന്നോമന മക്കളാണ് മുഅ്മിനീങ്ങളെ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഒരു കുടുംബത്തിലെ ഒരു ഉമ്മാന്റെ വാപ്പാന്റെ 4 മക്കളാണ് ഇന്ന് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയ വാർത്ത നമ്മൾ കേട്ടില്ലേ? പടച്ചറബേ, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. ആ ഉമ്മാക്കും ആ ബാപ്പാക്കും വലിയ സബർ പ്രദാനം ചെയ്യണേ അല്ലാ. മുഅ്മിനീങ്ങളെ, മക്കളുടെ രക്ഷക്ക്, മക്കളുടെ കാവലിന് വേണ്ടി എപ്പോഴും മാതാപിതാക്കൾ ദുആ ചെയ്യണം. മക്കളെ ശപിക്കല്ലേ, മക്കള് നേരാകൂല എന്ന് പറയല്ലേ. ഒരു പിതാവ്, ഒരു മാതാവ് മക്കളെ മേലിൽ ശാപവാക്ക് മുഅ്മിനീങ്ങളെ പറയുന്നുണ്ടെങ്കിൽ ആ മക്കള് പിന്നെ രക്ഷപ്പെടൂല. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ ആ മക്കൾക്ക് വേണ്ടി അവസാനം ദുആ ചെയ്യുമ്പോ ആമീൻ പറയണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ. അല്ലാ, നീയാണ് വലിയവൻ, നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങൾക്കും ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാ. നാലാമത്തെ അസ്മാഉൽ ഹുസ്ന നിയത്താക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط
يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرجنا بالنوبة بأسمائك الحسنى وانصرنا يا الله عجلنا بالفتح يا الله يا الله. മുഅ്മിനീങ്ങളെ ഇനി ചൊല്ലേണ്ടത് അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ഉള്ള ജോലികൾ നിലനിർത്തി തരണേ അല്ലാഹ്, ഖൈറായ ജോലികളിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണേ അല്ലാഹ്, മക്കളെ പേരമക്കളെ എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അഞ്ചാമത് അസ്മാഉൽ ഹുസ്ന ഈമാൻ സലാമത്താകണം, ഖൽബിൽ നല്ല ഒരു ഉറപ്പ് കിട്ടണം, എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഉറപ്പ് കിട്ടണം. എന്ത് അമൽ ചെയ്യുകയാണെങ്കിലും നല്ല ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. ആ വലത് കൈ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്ക്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله
അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മൾ ചൊല്ലിയതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ. യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നുബാ ബി അസ്മാഇകൽ ഹുസ്നാ വൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി. യാ അല്ലാഹു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഖബറിലേക്ക് നിയ്യത്താക്കിയിട്ട് ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞവരുണ്ട്. ക്യാൻസർ വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട്. ശിഫാഇന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ആജിലായ കാമിലായ സലാമത്ത് തന്ന് നൂറുൽ ഹുദാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു മങ്കൂസ് മൗലിദിലെ ഒന്നാമത്തെ ഹിക്കായത്തും അതിന്റെ ബൈത്തും ചൊല്ലിയിട്ട് നമുക്കാണ് ദുആ ചെയ്താലോ? എല്ലാവരും കമന്റിൽ ഒന്ന് അറിയിച്ചേ, ഓക്കെ അറിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നേരെ ദുആ ചെയ്യാം. 10 മണി ആയിട്ടുള്ളൂ അല്ലേ? നമ്മളാരും കടക്കുന്ന സമയമൊന്നും ആയിട്ടില്ലല്ലോ അല്ലെ? പ്രായമുള്ള ആളുകളൊന്നും മജ്‌ലിസിൽ ഇരിക്കണ്ട, നേരത്തെ പോയി കിടന്നുറങ്ങാം. ചെറിയ മക്കളെയും പിടിച്ചിരുത്തണ്ട. അവരുടെ സ്കൂളിലൊക്കെ പഠനം കഴിഞ്ഞ് മദ്രസയിലൊക്കെ പഠനം കഴിഞ്ഞാൽ പെട്ടെന്ന് കടത്തി ഉറക്കുക. അവരെ മജ്‌ലിസിന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട്, അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട്, അതല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അവരെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങോട്ട് വിടുക. എന്നിട്ട് അവർ കണ്ണി കണ്ടതൊക്കെ കാണുക, കേൾക്കുക. എന്നിട്ട് ഈ കുട്ടികളെ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക. അങ്ങനത്തെ ഒന്നും അവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ തള്ളി വിടരുത്. നല്ല ബോധം വേണം. ബോധം വെളിവുള്ള മാതാപിതാക്കളാകണം. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ മാതാപിതാക്കളുണ്ട്. യാതൊരു വിവരം ഇല്ലാത്ത കുറെ വിവരദോഷികൾ. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറെ സാധനങ്ങളുണ്ട്. ബാപ്പി ഉമ്മ ആയാ പോരാ, ആ ചേലിക്ക് തന്നെ പെരുമാറും വേണം. മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു സമയമായി കഴിഞ്ഞാൽ അവരെ കിടത്തി ഉറക്കണം. പിന്നെന്താ, അനാവശ്യമായ സംസാരങ്ങളിൽ അവരെ പിടിച്ചിരുത്താൻ പാടില്ല. ടിവിയുടെ മുമ്പിൽ ഒരുപാട് നേരം പിടിച്ചിരുത്താൻ പാടില്ല. ഇതൊക്കെ ബോധമുള്ള മാതാപിതാക്കളാകണം. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിടുകയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളെ കൊണ്ടത് പറ്റില്ല, ഞങ്ങളെ കൊണ്ടത് കഴിയണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കി കളയരുത്. മക്കളാണ്, നമ്മുടെ മക്കളാണ്, കരളിന്റെ കഷ്ണങ്ങളാണ്. കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് കരയേണ്ടി വരും. ആരും ഉണ്ടാവൂല. അപ്പുറത്തെ താത്തയും കാക്കിയ നിങ്ങളെ മക്കള് കേടുന്ന കരയുണ്ടാവൂല. കൈ കൊട്ടി ചിരിക്കും ചിലപ്പോ. ചിലപ്പോഴേ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങളെ മക്കള് കേടുന്ന ചിരിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ നമ്മൾ തന്നെ കൊണ്ടുപോയി നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു സമയം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു അല്ലെ, ജമാഅത്തായിട്ട് മക്കളെ നിസ്കരിപ്പിച്ച്, അതുപോലെ തന്നെ മദ്രസയിൽ എടുത്തൊന്ന് പഠിപ്പിച്ച്, സ്കൂളിലേക്ക് എടുത്തൊന്ന് പഠിപ്പിച്ച്, എന്നിട്ട് അവരെ നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ കിടത്തി ഉറക്കുക. അത് അവർ ശീലിക്കട്ടെ. ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ നമ്മളെ മക്കൾ ഒരുപാട് അനാവശ്യമായി ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് കണ്ണി കണ്ടത് മുഴുവൻ അവരിരുന്ന് കാണും. അവരെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റീൽസും അതവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് അവർ കാണും. അതൊക്കെ അവരെ സ്വാധീനിക്കും. ആ സ്വാധീനിച്ചതൊക്കെ അവരിലൂടെ പ്രകടമാകും. അപ്പൊ നമ്മൾ തന്നെ അടങ്ങാറാവേണ്ടി വരും. പിന്നെ തങ്ങളെ പാപ്പാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ കാര്യം ഉണ്ടാവൂല. പിന്നെ എങ്ങനെ ഓടി നടന്നുകൊണ്ട് കാര്യം ഉണ്ടാവൂല. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. ഒരു മങ്കൂസ് മൗലിദിൽ ഒരു ഹിക്കായത്ത് ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോകാത്ത ആരുമില്ലല്ലോ ഇതിൽ അല്ലേ? ബാപ്പി ഉമ്മി വല്ലുപ്പി വല്ലുമ്മി അവരൊക്കെ ഹയാത്തിൽ എക്കാലത്തൊന്നും ഇല്ലല്ലോ. മരണപ്പെട്ടു പോയവരില്ലേ? ആ മരണപ്പെട്ടു പോയവരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരുപാട് സ്നേഹിച്ച, നമ്മൾ ഒരുപാട് ലാളിച്ച, നമുക്കൊരുപാട് ഭക്ഷണം വായിലേക്ക് വെച്ച് തന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഖബറിലില്ലേ? ഞാനതാ എൻ്റെ വല്ലുപ്പ സീദിക്കോയ തങ്ങളുപ്പാപ്പ, എൻ്റെ ഒരു അമ്മായി മരണപ്പെട്ട് ഖബറിലുണ്ട്. ഒരമ്മായി കാക്ക, അമ്മായിയുടെ ഭർത്താവ് മരണപ്പെട്ട് ഖബറിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അനസ്, ഷെഫീഖ്, സഅദ്,
മദ്രസയിലേക്ക് രാവിലെ നേരത്തെ എണീച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഅദ് ഉൾപ്പെടെ ഞാനിങ്ങനെ ഓരോരുത്തരെ ഓർക്കുകയാണ്. അവരെ ഖബറിലേക്ക് നമ്മൾ മൗലിദ് ചൊല്ലാണ്. മൗലിദ് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല ഇഖ്ലാസോടുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ മജ്ലിസിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിലമ്പലുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ചെറിയ പ്രായത്തിൽ നല്ലതുപോലെ പഠിച്ചിരുന്ന, നല്ലതുപോലെ പഠനം നടത്തിയിരുന്ന പൊന്നുമോള്, ആ ഉമ്മയുടെയും ബാപ്പയുടെയും വലിയ പ്രതീക്ഷയായിരുന്ന പൊന്നുമോള് മരണപ്പെട്ടു പോയി, ഖബറിലുണ്ട്. പച്ച മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ മോളെ ഖബറിന്റെ ചാരത്ത് ചെന്നതാണ്. വല്ലാത്ത വിഷമം തോന്നിപ്പോയൊരു അനുഭവമാണത്. മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് മരണപ്പെട്ട് ഖബറിലുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നൂറുൽ ഹുദാ മജ്ലിസിൽ നിന്ന് എൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് നേരം എന്നോട് സംസാരിച്ച പ്രിയപ്പെട്ട ഉമ്മ, ഈ റബീഉൽ അവ്വലിൽ എൻ്റെ കൂടെ ഇരുന്ന് മൗലിദ് ചൊല്ലിയിരുന്ന ഉമ്മ, ആ ഉമ്മ ഇന്ന് മരണപ്പെട്ട് ഖബറിലാണ്. കുണ്ടൂരിൽ നിന്നൊരു ഉമ്മ ഐസിയുൽ കിടക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാല് ആ തങ്ങളുട്ടിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ ഉമ്മയുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, സഹകരിച്ചവര് ഖബറിലുണ്ട്. നാദാ, ഞങ്ങളെ സ്ഥാപനത്തിലെ മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ ദുആ ചെയ്യിപ്പിച്ച ഒരുപാട് കുടുംബങ്ങൾ ഈ നൂറുൽ ഹുദാ മജ്ലിസിലുണ്ട്. ഇവരിലേക്കെല്ലാം ഞങ്ങളിതാ മരണപ്പെട്ടു പോയ ആരൊക്കെണ്ടോ അവരിലേക്ക് നിയത്താക്കിയിട്ട് ഞങ്ങൾ മൗലിദ് ഓതുന്നു. പടച്ച റബ്ബേ, അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ഈ ചൊല്ലിയതിന്റെ ഓതുന്നതിന്റെ ഹവാബ് ഇതിന്റെ 10 മടങ്ങാക്കി നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. നിയത്താക്കിക്കോളി. പറ്റുന്ന ആളുകളൊക്കെ ആ മങ്കൂസ് മൗലിദൊക്കെ എടുത്തു വെച്ചാൽ നല്ല റാഹത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു محمدا صلى الله عليه وسلم واخرجه في اخر الزمان كما قدر وابدى والبسه خلعة الجمال التي لم يلبسها احدا فولد بوجه اخجل قمرا وفرقدا الا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه
عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إضلاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാനെന്താണ് ഇങ്ങനെ ഉള്ളിൽ നിന്നെടുത്ത് സംസാരിക്കുന്നതെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഒരു ഗാംഭീര്യത്തില് ഇവിടുന്ന് ഉള്ളിൽ നിന്നെടുത്തിട്ടാണല്ലോ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത്. യാ റബ്ബി ബിൽ മുസ്തഫ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ എൻ്റെ മൂക്കടഞ്ഞത് കൊണ്ടും തൊണ്ടവേദന ആയതുകൊണ്ടാണ്. ഉള്ളിൽ നിന്നാകുമ്പോൾ വല്ലാതെ കുഴപ്പം പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൊല്ലുന്നതും അങ്ങനെ സംസാരിക്കുന്നതും. അല്ലാതെ പിന്നെ ഞാനൊരു ഗൗരവക്കാരനായിട്ട് ഇങ്ങനെ അഭിനയിക്കല്ല കേട്ടോ. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. നല്ല തഖ്വയിൽ നല്ല അദബിൽ ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നു. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അവരുടെ ഖബറിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊക്കെ ഈമാനോടുകൂടെയുള്ള മരണം കിട്ടണം, അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. രോഗങ്ങൾ മാറണം, കടങ്ങൾ വീടണം, എല്ലാ നിലക്കും സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിനുണ്ടാകണം. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാണ്. നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം. ഒരു 3 നാരിയത്ത് സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. കൈകൾ എല്ലാവരും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأهل بيته وصحبه وسلم صلاة تحل بها عقدتنا وتفرج بها كربتنا وتجيد بها خصلتنا وتنقذ بها وحلتنا وتحسن بها موتتنا وخطرتنا وتنجي بها عن كل شدتنا وكدتنا وعلى آله وصحبه وسلم عدد تقاليب الأيام والسنين والحمد لله رب العالمين. اللهم اوصل ثواب ما قرأناه وما صليناه وما سلمناه وما مدحناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة روح نبينا وهادينا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم سيد الأولين والآخرين قدوة الصالحين والأخيار قائد المهاجرين والأنصار وإلى حضرة ساداتنا صحابة البدريين رضي الله عنهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. أرحم الراحمين يا الملك الجبار يا രാജാതി രാജനായ റബ്ബായ അല്ലാഹ്, സാധുക്കളാണ് റബ്ബേ, പാപികളാണ് അല്ലാഹുവേ. നിന്റെ നാമങ്ങൾ ഉച്ചരിച്ച മജ്‌ലിസിൽ വെച്ച് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുകയാണല്ലാ. നിന്റെ മഹാന്മാരെ പുകഴ്ത്തിയ സദസ്സിൽ വെച്ച് നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയർത്താൻ പറ്റിയതല്ല, ഞങ്ങളെ നാവുകൾ നിന്നോട് ചോദിക്കാൻ പറ്റിയതല്ല. നിന്റെ മഹാന്മാരെ മുൻനിർത്തുകയാണ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. ഉത്തരം കിട്ടുന്ന സദസ്സാക്കണേ അല്ലാ. ഉത്തരം കിട്ടുന്ന സദസ്സാക്കി ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. നീ ഞങ്ങളെ ഉടമയാണ്. ഞങ്ങൾ നിന്റെ സൃഷ്ടികളാണ്. നീ ഞങ്ങളെ സൃഷ്ടാവാണ്. ഞങ്ങൾ എല്ലാ നിലക്കും ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അപാകതകളും ഉള്ള അശക്തരാണ്. നീ എല്ലാ നിലക്കും ശക്തനാണ്, പരിശുദ്ധനാണ്, കഴിവുള്ളവനാണ്. നിന്റെ കഴിവിനെ ഞങ്ങൾ അംഗീകരിച്ച് പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകൾ മുൻനിർത്തി നിന്നോട് തേടുകയാണ്. ഉത്തരം നൽകു റബ്ബേ. ഞങ്ങൾ ദുആ ചെയ്യുന്നതിന് ഉത്തരം നൽകു റബ്ബേ. ചെയ്തു പോയ പാപങ്ങൾ പുറത്തുകൊണ്ട അല്ലാഹ്, നിന്റെ ധിക്കരിച്ചു ചെയ്തതല്ല റഹ്മാനേ. സാഹചര്യങ്ങളിൽ പെട്ടുപോയി, ശൈത്വാനിന്റെ കെണിവലയിൽ പെട്ടുപോയി ചെയ്തു പോയ തെറ്റുകളാണ് റബ്ബേ. മാപ്പാക്കണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഇനി ഞങ്ങൾ ചെയ്യൂല റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വലയുന്നവർ ഞങ്ങളെ സദസ്സിലുണ്ട്. താങ്ങാൻ കഴിയാത്ത വേദനകളുമായി വന്നവരുണ്ട്. ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളുള്ളവരുണ്ട്. ബ്ലഡ് ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, ലങ്സിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ഡിസ്കിന് പ്രയാസമുള്ളവരുണ്ട്, എല്ല് തൈമാനമുള്ളവരുണ്ട്. അല്ലാഹ്, കണ്ണിനും കാതിനും അതുപോലെ
മറ്റുള്ള അവയവങ്ങളിൽ പലയിടങ്ങളിലും വേദനയും അല്ലാഹുവേ അസഹ്യമായ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാമിലായ സലാമത്ത് നൽകണേ അല്ലാ, അജിലായ സലാമത്ത് നൽകണേ അല്ലാ, സ്ട്രോക്കിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ലേ അല്ലാ, ചികിത്സിക്കാൻ പണം തികയാതെ വരുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ. എല്ലാ രോഗവും നീ തന്നതാണ്, അതിന്റെ ശിഫാവും നിന്റെ കയ്യിലാണ്. ഷാഫിയായ ഗാഫിയായ മുആഫിയായ റബ്ബേ, അജിലായ ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, കാമിലായ ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, തമ്മായ ശിഫാ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ കാൽപാദം മുതൽ മൂർനാഭ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ, വളർന്നു വരുന്ന രോഗങ്ങളുണ്ടോ അല്ലാ, ആ രോഗങ്ങളൊക്കെ കരിച്ചു കളയണേ റഹ്മാനേ. രോഗികളാക്കി കടത്തി കളയല്ലേ അല്ലാ. ഈ സദസ്സ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് കിടന്നിട്ടാണ്, തളർന്നു പോയതാണ് റബ്ബേ. ഒരു വശം മുഴുവനായിട്ട് തങ്ങളെ മജ്‌ലിസ് കാണുമ്പോ കിടന്നുകൊണ്ട് കാണാൻ എന്റെ മനസ്സ് സമ്മതിക്കൂല. മക്കളെ കൊണ്ട് ഞാൻ എന്നെ എഴുന്നേച്ചെഴുപ്പിച്ച് അല്ലാഹുവേ വളരെ തഖ്വയോടെ അതബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ മജ്‌ലിസ് കാണുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഖൈർ നൽകണേ അല്ലാ, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. മല പോലെ വരുന്ന മുസീബത്ത് നൂറുൽ ഹുദാ കുടുംബത്തെ തൊട്ട് മഞ്ഞ് പോലെയാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥാ, നീ പരീക്ഷിച്ചപ്പോ നിന്റെ അമ്പിയാക്കന്മാര് സഹിച്ചു പോയിട്ടുണ്ട്, ക്ഷമിച്ചു നിന്നിട്ടുണ്ട് അല്ലാ. അതുപോലെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കെൽപ്പില്ലാത്ത ദുർബലരാണ് റബ്ബേ അല്ലാ, ഈമാൻ കുറഞ്ഞവരാണ് റബ്ബേ. നീ ഞങ്ങളെ ഒരു നിലക്കും പരീക്ഷിക്കല്ല നാഥാ, ഒരു നിലക്കും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല നാഥാ. സമ്പത്ത് തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, മക്കളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അതുപോലെയുള്ള ഒരു അനുഗ്രഹവും നീ പരീക്ഷണമായി ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. നീ തന്നതെല്ലാം ഖൈറിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, പലവരും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വിഷമത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. നീ തന്നതാണ് റബ്ബേ സമ്പത്ത്, അത് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം പെരുകി വന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് കടം കൊടുക്കേണ്ടതുണ്ട്, എന്ത് ചെയ്യുന്നറിയൂല തങ്ങളെ എന്ന് വിളിച്ചവരുണ്ട് അല്ലാ. എല്ലാ കടങ്ങളും വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ഖജനാവ് എത്ര എടുത്താലും തീരാത്തതാണല്ലോ, എത്ര എടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, എല്ലാ കടങ്ങളും വീട്ടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കളെ കെട്ടിച്ചയക്കണം, അവരെ പഠിപ്പിച്ചൊരു ഉന്നത സ്ഥാനത്തെത്തിക്കണം, ഞങ്ങൾക്ക് വീട് വെക്കണം, വാഹനം വാങ്ങണം അല്ലാ. അല്ലാഹുവേ, ആർഭാടകരമായി ജീവിക്കാനല്ല, ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാ. അച്ചടക്കത്തോടുകൂടെ ജീവിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാ. പാവങ്ങളെ സഹായിക്കാൻ, യതീമായ മക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാ. അല്ലാ, മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ അല്ലാ. നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളും ആബിദീങ്ങളും ഹഫീളുകളും മുത്തഖീങ്ങളും ആക്കണേ അല്ലാ. നീ തന്ന മക്കളെ ഇരുലോക നന്മക്കുള്ള മക്കളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് തലകുനിക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. എപ്പോഴും മക്കളെ കൊണ്ട് അഭിമാനിക്കണം, അതിനുള്ള വക ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. പല മക്കളും പല വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനങ്ങളിലൊക്കെ വലിയ പുരോഗതി നൽകണേ അല്ലാ. അവരെ എക്സാമുകളിൽ പരാജയപ്പെടുത്തല്ലേ അല്ലാ. നല്ലതുപോലെ പഠിക്കാനും ആ പഠിച്ചത് മനസ്സിൽ ഓർമ്മ വരാനും ഞങ്ങളെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഒരു എക്സാമുകളിലും അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ദീനിനും നാടിനും മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കി ഞങ്ങളെ മക്കളെ വളർത്തണേ അല്ലാ. അവര് ചെയ്യുന്ന ജോലികളില്, ഭർത്താക്കന്മാർ ചെയ്യുന്ന ജോലികളില്, ബാപ്പമാര്
ചെയ്യുന്ന ജോലികളിൽ അല്ലാ, പേരമക്കൾ ചെയ്യുന്ന ജോലികളിലൊക്കെ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ഖൈറായ സമ്പാദ്യം സമ്പാദിക്കാൻ ഞങ്ങളെ മക്കള് പേരമക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. കുടുംബമെന്ന ചിന്ത നൽകണേ അല്ലാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് ബാപ്പയെയും ഉമ്മയെയും തിരിഞ്ഞു നോക്കാത്ത എത്രയോ മക്കളുണ്ട്. വീട്ടിൽ ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് നോക്കുന്നില്ല, ഉമ്മക്ക് രോഗമുണ്ടോ ബാപ്പക്ക് രോഗമുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാത്ത എത്രയോ മക്കളുള്ള കാലമാണ്. അല്ലാ, ഞങ്ങളെ മക്കളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ബാപ്പയും ഉമ്മയും വേദന കൊണ്ട് പൊളയുമ്പോ അല്ലാഹുവേ, കിട്ടിയ സമ്പത്തുമായി അടിച്ചു പൊളിക്കുന്ന ഭാര്യയും മക്കളുമൊത്ത് അടിച്ചു പൊളിക്കുന്ന മക്കളുണ്ട്. അത്തരം തോന്നിവാസികളിൽ വളരെയേറെ താഴ്ന്ന സ്വഭാവമുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അവരെ സ്നേഹിച്ച് അവരെ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അവര് കാരണം സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളാരെയും നീ അഹങ്കാരികളാക്കല്ലേ അല്ലാ, അഹംഭാവം നൽകല്ലേ അല്ലാ, ധിക്കാരികളാക്കല്ലേ അല്ലാ. നീ അനുഗ്രഹം തരുമ്പോ ആ അനുഗ്രഹത്തെ മതിമറന്നുകൊണ്ട് അഹങ്കരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അത്തരം അഹങ്കാര സ്വഭാവം ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. പടച്ച തമ്പുരാനെ, നിന്നോടല്ലാതെ ഞങ്ങളെ കാര്യങ്ങൾ വേറെ എവിടെ ചെന്ന് പറയാനാണ്? ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാ. ആര് ഞങ്ങളെ തകർത്തിയാൽ, ആര് ഞങ്ങളെ കളിയാക്കിയാലും, ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, ആര് ഞങ്ങളെ പരിഹസിച്ചാലും, ആര് ഞങ്ങളെ തരം താഴ്ത്തിയാലും നീയല്ലേ ഞങ്ങളെ കൂടെ ഉള്ളത്. പിന്നെന്തിനാ ഞങ്ങൾ പേടിക്കുന്നത്? രാജാവാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. 10-30 വയസ്സായിട്ട് മകന്റെ കല്യാണം നടന്നിട്ടില്ല, 23 വയസ്സായിട്ട് മകളുടെ കല്യാണം നടന്നിട്ടില്ല. അങ്ങനെ വിഷമം പറയുന്നവരുണ്ട്. നല്ല ഇണകളെ അടുപ്പിച്ചു തരണേ അല്ലാ. നല്ല ഇണകളെ അടുപ്പിച്ചു തരണേ അല്ലാ. തന്നവരൊക്കെ നീ സ്വാലിഹ്യങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കെട്ടിച്ചിട്ട വീട്ടിലൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരു നിലക്കൊരു സന്തോഷമില്ല എന്ന് വിഷമം പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ വലിയ സമാധാനം നൽകണേ അല്ലാ, വലിയ സന്തോഷം നൽകണേ അല്ലാ, വലിയ റാഹത്ത് നൽകണേ അല്ലാ, നല്ല ഇസ്സത്തിലാക്കണേ അല്ലാ. കുടുംബപരമായുള്ള എല്ലാ ഭിന്നിപ്പുകളും അവസാനിപ്പിച്ച് നല്ല സ്നേഹത്തോടുകൂടെ ഒരുമയോടുകൂടെ പരസ്പരം നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മോശപ്പെട്ടത് ആലോചിക്കുന്ന, മോശപ്പെട്ടത് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. കുടുംബ ബന്ധത്തിന്റെ ആ ഒരു ഇസ്സത്ത് തകർക്കുന്ന നിലക്കുള്ള ചിന്തകളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ലാ. ജനമധ്യത്തിൽ വഷളായി ഒരു പ്രശ്നക്കാരനാക്കി ബാക്കിയുള്ള ആളുകൾ കണ്ണുകൊണ്ട് നോക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ബുദ്ധിയില്ലാത്തവനാണെന്ന് ജനങ്ങൾ മുദ്ര കുത്തുന്ന അല്ലാഹുവേ, വളരെ വളരെ ദയനീയമായ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ ഒരാളെയും കൊണ്ടെത്തിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, ബുദ്ധിയും വെളിവില്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിന്ന് സോഷ്യൽ മീഡിയകളിൽ അറിയാൻ സാധിച്ചത് 4 മക്കള്, 5-മത്തൊരു ചെറിയൊരു പെൺകൂട്ടു കൂടി ഇന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ തൊട്ട് മുമ്പ് വന്നത്. അല്ലാ, ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് 4 പൊന്നോമന മക്കള്. ആ മക്കള് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയത് വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് നോക്കിക്കാണേണ്ട ഗതികേടിലാണ് ഞങ്ങൾ ഓരോരുത്തരുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ പിടിച്ചു കുലുക്കുന്ന അപകടമാണ് സംഭവിച്ചു പോയിട്ടുള്ളത്. അല്ലാ, പടച്ച റബ്ബേ, ആ ബാപ്പയും ഉമ്മയും എങ്ങനെയാണത് ക്ഷമിക്കുന്നത്, എങ്ങനെയാണ്
എങ്ങനെയാണ് സഹിക്കുന്നത് ഞങ്ങൾക്കറിയൂല. നിന്റെ അടുക്കൽ അതിനൊരു തീരുമാനമുണ്ടല്ലോ. അല്ലാഹുവേ വലിയ സ്വബർ നൽകണേ അല്ലാ, വലിയ സ്വബർ നൽകണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് സ്വബർ നൽകണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുത്ത് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കുള്ള സ്വർഗപ്രവേശനമാണ് ആ 4 മക്കളും. ആ നിലക്ക് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ആ മക്കളെ ഓർമ്മ ഇനി അങ്ങോട്ട് അവരെ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു അറ്റവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പടച്ച റബ്ബേ നീയാണല്ലോ വലിയവന്, നീയാണല്ലോ വലിയവന്. ആ മക്കളെ കൊണ്ടവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ മക്കളുടെ ചിന്തയിൽ നിന്ന് അല്ലാഹുവേ ആ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാ ആ മക്കള് കാരണം ആ കുടുംബത്തിന് മുഴുവനും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അതുപോലെ വാഹന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ അപകടങ്ങളിൽ പെട്ടുപോയി മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടുപോയി ഖബറിലുണ്ട് നാഥാ. അവരെ ഖബറുകളിലേക്കൊക്കെ ഈ ഒരുമിച്ച് കൂടിയതിന്റെ സവാബിനെ ഈ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ വെളിച്ചമാക്കണേ അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ മക്കളെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിലെ ഹബീബായ സയ്യിദുൽ വജൂദായ തങ്ങളെ മഹനീയ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ല നാഥാ. ത്വാഹിറ ഉമ്മ പറയുന്നത് തങ്ങളെ എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല, അവസാനം മദീനയിലൊന്ന് കണ്ണടയണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ്. ആ ഉമ്മ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി പുന്നാര ഹബീബിന്റെ പൂ പോലെയുള്ള പൂമുഖം കണ്ട് ലോകത്തോട് വിട പറയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير. പലരും പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ ഈ ഓഫീസ് റൂമിന്റെ പണിക്ക് വേണ്ടി ആദ്യമായിട്ട് 5 ചാക്ക് സിമന്റ് പറഞ്ഞ പുത്തമ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അല്ലാ അവരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല. അതുപോലെ പല സഹായങ്ങൾ ചെയ്ത പലരുണ്ട് റബ്ബേ. ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. അല്ലാ അവര് തന്നത് എടുത്തു പറയാൻ വേണ്ടിയിട്ടല്ല, അവര് നൽകിയത് യതീമായ മക്കൾക്കാണ്. അതുപോലെ പടച്ച റബ്ബേ ദീനിന്റെ കാര്യങ്ങൾക്കാണ്. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. പുത്തമ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിലെത്തിയവരാണ് അല്ലാ. വലിയ പ്രയാസങ്ങളിലാണ് ഇപ്പോ നിലവിലുള്ളത്. ആ രോഗങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ ഒന്നടങ്കം രക്ഷപ്പെടുത്തണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഖബറാളികളോടുകൂടെ നാളെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ ഖൈറാത്തി യാ ദൽ മന്നി വൽ ഇഹ്സാൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.
അള്ളാഹു നമ്മളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നാളെ 8:45 മജ്ലിസ് തുടങ്ങും. എല്ലാവരും മജ്ലിസിൽ കൃത്യസമയത്ത് തന്നെ വരിക. എല്ലാ അമലുകളിലും പങ്കെടുക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലാൻ താല്പര്യമുള്ള ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് വൈകാതെ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് അവിടെ ഒരുപാട് എത്തിമായ അഗതി അനാഥ ഒരുപാട് മക്കളുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മുടെ മജ്ലിസ് നടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.